അതിൻ്റെ ഭവിഷ്യത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ബോധവൽക്കരണം, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ അതുപോലെ നമ്മുടെ വരും തലമുറകൾ അതിലേക്ക് വീഴാതിരിക്കാനും അതിനകത്ത് ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവരെ നമ്മൾ സ്നേഹബുദ്ധിയാൽ തിരിച്ച് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ്, ഒരു മുന്നറിയിപ്പാണ് ഈ സത്യപ്രതിജ്ഞ. ഇന്ന് എല്ലായിടത്തും, നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും പണ്ഡിതന്മാർ നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ, ലഹരിക്കെതിരെ ഉത്ബോധനം നടത്തുകയും അതിൻ്റെ ഭവിഷ്യത്തുകൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ്, അതിൻ്റെ അവരുടെ ആ പണ്ഡിതന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ഈ സത്യപ്രതിജ്ഞ ഇവിടെ. നല്ല സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. നല്ല സമൂഹം രാജ്യ നന്മക്കുള്ള പ്രതീകങ്ങളാണ്. ലഹരി ഉപയോഗത്തിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും സമുദായത്തെയും തകർക്കുന്ന പ്രവണത എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ യാതൊരു ലഹരി ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കില്ലെന്നും എനിക്ക് വേണ്ടപ്പെട്ടവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നും ഞാൻ സത്യം ചെയ്യുന്നു. പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന നിലയിൽ ഇത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. വിശുദ്ധ ഇസ്ലാം വിലക്കിയ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മനുഷ്യനെ തകർക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുമെന്നും ആ കടമ പൂർണ്ണമായി നിറവേറ്റുമെന്നും ഞാൻ ഈ ദിവസം അല്ലാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിക്കെതിരെ കരുനാഗപ്പള്ളി താലൂക്ക് ജമാഅത്ത് യൂണിയൻ സംഘടിപ്പിച്ച ഈ പ്രതിരോധ പ്രതിജ്ഞാ സംഗമത്തിൽ സംബന്ധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു.